അങ്ങനെ പാർലമെൻറ്റ് പിരിഞ്ഞു. പക്ഷേ ഇന്നലെ മോദി സർക്കാർ പ്രതിപക്ഷത്തെ തവിടുപൊടിയാക്കി. കാരണം നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് പറയത്തില്ല. ഞാൻ കാണുന്നത് താടിയുള്ളവരും തൊപ്പിക്കാരും പിന്നെ രാഹുൽ ഗാന്ധിയും എല്ലാം അറ്റൻഷനായിട്ട് വന്ദേമാതരം കേട്ട് നിൽക്കുന്നു. വന്ദേമാതരം ഈ രാജ്യത്തിന് പറ്റിയതല്ല, അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അത് ഞങ്ങൾ പാടത്തില്ല എന്നൊക്കെ കേരളത്തിൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അറ്റൻഷനായി നിൽക്കുന്നു. ഇസ്ലാമിസ്റ്റുകൾ അത് കേട്ടിട്ട് പാർലമെൻറ്റിലെ ഇസ്ലാമിസ്റ്റുകളായിട്ട് എം പിമാർ എണീറ്റ് നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാർ എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് അവർക്ക് ഒന്നും പറയുന്നതിന് മുമ്പ് സ്പീക്കർ പറയുന്നു സഭ പിരിഞ്ഞിരിക്കുന്നു. സഭയുടെ അവസാനം അങ്ങനെയായിരുന്നു. വന്ദേമാതരം ഔദ്യോഗികമായി 6 പാരഗ്രാഫുകളും പാർലമെൻറ്റിൽ വായിച്ചു ചൊല്ലി. ഇനി അത് ദേശീയ ഗാനമാണ്. അതിനോട് അനാദരവ് കാണിച്ചാൽ ശിക്ഷ കിട്ടും 3 വർഷം. പക്ഷെ ഗോവിന്ദൻ പറയാണ് അതിന് നിയമത്തിൽ വ്യവസ്ഥയൊന്നുമില്ല. ഇനിയിപ്പോൾ വന്ദേമാതരം പറഞ്ഞതുപോലെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവർ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും, അത് നിങ്ങൾ അംഗീകരിക്കുമോ? പിന്നെ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന് പിന്നാലെ സിറ്റിസൺസ് രജിസ്റ്റർ ഉണ്ടാക്കും, അതും നിങ്ങൾ അംഗീകരിക്കുമോ? ഈ ഗോവിന്ദന് ബോധമില്ലേ? പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ശങ്കരാചാര്യർ പറഞ്ഞത് മൂഢന്മാരെ ഗോവിന്ദനെ ഭജിക്കണം എന്നാണ്. മൂഢമതേ എന്നാണ്. മൂഢൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പ്രതിഭാസങ്ങൾ കാണുമ്പോൾ അതിന്റെ തത്വം ഗ്രഹിക്കാൻ കഴിയാത്തവൻ എന്നാണ്. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരന്നു. അതെ, അല്ല അതിന്റെ അർത്ഥം മൂഢൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ അതായത് ആപ്പിള് വീഴുന്നത് കാണുമ്പോൾ ഗുരുത്വാകർഷണ നിയമം കാണാൻ കഴിയാതെ പോകുന്നവനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് മൂഢൻ. ആപ്പിൾ വീണു അത് തിന്നാം എന്ന് മാത്രമാണ്. അപ്പോൾ മുമ്പ് എല്ലാവരും ഗോവിന്ദനെ അങ്ങനെയാണ് ഭജിച്ചിരുന്നത്. ഇപ്പൊ ഗോവിന്ദനെ ഭജിക്കണം എന്താ വെച്ചാൽ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗോവിന്ദനാണോ വിഡ്ഢിത്തമായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാതെ. കാരണം ഇത് 2026 ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ നിയമം അനുസരിച്ച് 3 വർഷം വരെ തടവും പിഴയും ഒരുമിച്ചോ വിധിക്കാവുന്ന കുറ്റമാണ്. ആ നിയമം പാസായി കഴിഞ്ഞാൽ ഗോവിന്ദനും മാർക്സിസ്റ്റുകാർക്കും തീർച്ചയായിട്ടും വന്ദേമാതരത്തെ ധിക്കരിക്കാനും അപഹസിക്കാനും അവകാശമുണ്ട്. പക്ഷേ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം മറക്കരുത്. പക്ഷെ ഒരു കെണിയുണ്ട് ഇതിനകത്ത്. ഗോവിന്ദൻ പറയുന്നത് കേട്ടിട്ട് വന്ദേമാതരം ആലപിക്കുമ്പോൾ ഡിസ്റെസ്പെക്ട് ചെയ്താൽ പാവപ്പെട്ട ആളുകൾക്ക് പണി കിട്ടത്തില്ലേ? ആളുകൾ ജയിലിൽ കയറ്റുന്ന പണിയല്ലേ? അല്ല, പാവപ്പെട്ട ആളുകളിൽ ഗോവിന്ദന്റെ കൂടെയുള്ളത് കെ രാഗേഷ് തുടങ്ങിയിട്ടുള്ളവരല്ലേ. അവരൊക്കെ ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത്ര ആശ്വാസം കേരളത്തിനുണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് അവർ ജയിലിൽ പോകുന്ന കാര്യം ഓർത്ത് സുനിലിന് വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി വിളിച്ചു പറയുന്നത് അഭികാമ്യമാണോ? ഞാൻ സാറിനോട് വിയോജിക്കുകയാണ്. കാരണം ഈ ക്ഷീരമുള്ളവർ അകിടിയും ചുവട്ടിലും ചോര തന്നെ എന്ന് പറയുന്ന പോലെ ഗോവിന്ദൻ ഇതറിയാം സാർ. ഇത് സതീശനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിയമം ഇങ്ങനെയാണ്. പക്ഷേ സതീശൻ ഇത് നടപ്പാക്കേണ്ടി വന്നാൽ സതീശൻ ഇത് ചെയ്യരുതാത്ത കാര്യം ചെയ്യുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. സതീശൻ മാത്രമല്ല, ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരു ആളും ഇത് വന്ദേമാതരത്തെ ആദരിച്ചേ പറ്റൂ. അനാദരിച്ചു കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതറിയാമായിരുന്നിട്ടും ഗോവിന്ദൻ കള്ളം പറയാണ്. അല്ല, കള്ളം പറയാൻ ഗോവിന്ദന് പണ്ടും ഇല്ല മടി, ഇന്നും ഇല്ല മടി. തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് സത്യം പറഞ്ഞിട്ടുള്ളത്? ഒരു സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്നില്ല. ഒരിക്കലുമില്ല. എന്താ കാര്യം? എൻഡ്സ് ജസ്റ്റിഫൈ മീൻസ് എന്ന് പറഞ്ഞ ആരാണ്? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഭഗവാൻ കൃഷ്ണനാണോ? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന നൊട്ടോറിയസ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് കാറൽ മാർക്സാണ്. അല്ല, അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീതയിൽ അങ്ങനെ പറഞ്ഞെന്ന് ചുമ്മാ. ഒന്നാമത് ഭഗവത്ഗീത വായിച്ചിട്ടില്ല. ഇനി അഥവാ വായിച്ചാൽ മനസ്സിലാക്കുകയും കൂടി ഉള്ള കഴിവില്ലാത്തവരും പലതും പറഞ്ഞ ഗീതയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചെയ്തതിന്റെ തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞത്. കർമ്മ ഉണ്ടെന്നല്ലേ? ചെയ്തത് എനിക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞത്. നീ ക്രൈമാണ് ചെയ്തതെങ്കിൽ യു വിൽ ബി പണിഷ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ളതാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്ത് നേടിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. പൊതുവിൽ എൻ്റെ നാട്ടിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെയാണ് നമ്മൾ. അതെ, അത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ നുണയെ പറയുള്ളൂ.
നുണ പറയുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ ശീലമാണ്. EMS ഒടുങ്ങി ഇങ്ങോട്ട് സകല എണ്ണവും. സാർ ഓർക്കുന്നുണ്ടോ ഈ എരുമേലി പരമേശ്വരൻ പിള്ള എന്ന് ആ പറയുന്നത് ഒരു അറിയാം. പുക്കാസയുടെ കക്ഷി ഉണ്ടായിരുന്നു, പുള്ളി പൂക്കാസ. പുക്കാസ. ഇയാളാണ്, ഇദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ. പുള്ളി പറഞ്ഞ് അല്ല, അതിപ്പോൾ ഒരു കാര്യം, എരുമേലി പരമേശ്വരൻ പിള്ളയെ പോലുള്ള ഒരാളെ നിങ്ങൾ ദയവായിട്ട് ഇത്തരം ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ കോട്ട് ചെയ്യരുത്. കാരണം എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. കാരണം ഇന്നത്തെ ആളുകൾക്ക് പുള്ളി അറിയില്ല. അല്ല, അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു വിവരമുള്ള ഒരാളെയൊക്കെ അല്ലേ നമ്മളിങ്ങനെയൊക്കെ ഇതൊക്കെ സംസാരിക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇതല്ല. കാറൽ മാർക്സാണ് പറയുക, എൻസ് ജസ്റ്റിഫൈ മീൻസ്, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. അതുകൊണ്ട് ഹീനമായ മാർഗങ്ങളിലൂടെ നല്ല ലക്ഷ്യം നേടാൻ പറ്റും എന്നാണ്. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. സോവിയറ്റ് വിപ്ലവത്തിന് ശേഷം ഇറങ്ങിയ സോവിയറ്റ് സാഹിത്യമുണ്ട്. ഞാനിത് പണ്ടിത് കുറേ വായിച്ചിട്ടുണ്ട്. പലതും വായിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വിപ്ലവകാരികളെ രക്ഷിക്കാൻ വേണ്ടി വേശ്യാവൃത്തി സ്വീകരിച്ചവളും വേശ്യകളുടെ സേവനത്തെക്കുറിച്ചുമൊക്കെ പ്രകീർത്തിക്കുന്ന കഥകളുണ്ടായിരുന്നെന്ന്. കാരണം പാർട്ടിക്ക് വേണ്ടി വേശ്യാവൃത്തി ചെയ്യുന്നതും ഈ മറ്റേ കാശ് കിട്ടാൻ വേണ്ടി വേശ്യാവൃത്തി എന്നും രണ്ടാണ്, ഒന്ന് മഹത്വവും ഒന്ന് തെറ്റുമാണെന്ന് സ്ഥാപിക്കുന്ന കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ സോവിയറ്റ് ലിറ്ററേച്ചറിൽ. ഇപ്പം അത് ആരും വായിക്കാറില്ല. മുമ്പ് ഇവിടെ ഈ പ്രഭാത് ബുക്ക് ഹൗസ് ഉണ്ടായിരുന്നു. ഷൊളക്കേവിൻ്റെ ഡോൺ ശാന്തമായ ആൻ ക്വൈറ്റ് ഫ്ലോസ് ദ ഡോൺ. ആ ആൻ ക്വൈറ്റ് ഫ്ലോസ് ദ ഡോൺ ഒക്കെ അതിൻ്റെ ഇംഗ്ലീഷ് മഹോവൃത്തി. ഈ സോവിയറ്റിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്ര മോശമായിട്ട് ഇംഗ്ലീഷ് എങ്ങനെ എഴുതാൻ കഴിയും എന്ന് നമ്മൾ അമ്പരന്ന് പോകും. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ആ ട്രാൻസ്ലേഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഡോസ്റ്റോവസ്കിയുടെ കൃതിയൊക്കെ എന്ന് വെച്ചാൽ അന്ന് കാശില്ലല്ലോ മേടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കിട്ടും എന്ന് പറയുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നതാണ് പക്ഷെ അത് മനുഷ്യനെ ഇപ്പം ഞാനെടുത്തെല്ലാം കത്തിച്ച് കളഞ്ഞു. കാരണം ഇത് ഇത്ര മോശം ഇംഗ്ലീഷിലാണ്. പിന്നീട് ഇതിൻ്റെ നല്ല തർജ്ജിമകൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യമായതോ ഇത് ഇങ്ങനെയല്ലല്ലോ എഴുതേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം, ആ സിദ്ധാന്തം സ്വാഭാവികമായിട്ടും എല്ലാ വൃത്തികേട് പറഞ്ഞാലും പാർട്ടിയെ രക്ഷിച്ചാൽ മതി എന്നാണ്. പാർട്ടിക്ക് വേണ്ടി ചെയ്താൽ, ഇത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന കാര്യമാണ്. ഞാൻ വേറൊന്ന് പറയട്ടെ, TP ചന്ദ്രശേഖരൻ അയാളെ കൊന്നത് മഹാവൃത്തികെട്ട കാര്യമാണ്, അപലപനീയമാണ്. ഞാൻ തിരിച്ചെനിക്കൊരു ചോദ്യമുണ്ട്. ഈ TP ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടരുന്ന കാലത്ത് മലബാറിൽ എത്രയോ പേരെ നിഷ്ഠൂരമായി കൊന്നിട്ടുണ്ട്. ഒരു അധ്യാപകനെ വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊന്നില്ലേ? അത് തെറ്റാണെന്നൊരു വാക്ക് TP ചന്ദ്രശേഖരനോ KK രമയോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതായത് കമ്മ്യൂണിസ്റ്റ് ഇത് തന്നെ ഇപ്പോൾ വളരെ പെട്ടെന്നൊരു മഹാൻ ഉദയം ചെയ്തല്ലോ, അതാണ് VS അച്യുതാനന്ദൻ. പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റ് പാർട്ടികളിൽപ്പെട്ട എത്ര പേരെ വെട്ടിക്കൊന്നിട്ടുണ്ട്, കുത്തിക്കൊന്നിട്ടുണ്ട്, തല്ലിക്കൊന്നിട്ടുണ്ട്? അത് തെറ്റാണെന്നൊരു വാക്ക് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല, പാർട്ടിക്ക് വേണ്ടി ചെയ്ത ഒന്നും തെറ്റല്ല. അത് തന്നെയാണ്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി കള്ളം പറയണ ആര്? ഭജഗോവിന്ദം. ഭജഗോവിന്ദം പാർട്ടിക്ക് വേണ്ടി കള്ളം പറയുന്നു. ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു ചെറിയ അർത്ഥവ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഗോവിന്ദം ഭജ മൂഢമധേ എന്നല്ല, ഗോവിന്ദം എന്ന് പറഞ്ഞാൽ മൂഢനാണ് എന്നുള്ളതാണ്. കാരണം ഒന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ല, ഈ പാർലമെൻറ്റിൽ വന്ദേമാതരം പാടുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒക്കെ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ബഹുമാനപൂർവ്വം എണീറ്റ് നിൽക്കുന്നു. ആ വന്ദേമാതരം പുറത്തു പാടുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം ഉണ്ടല്ലോ. അല്ല, അത് മഹാ ചെറ്റത്തരമല്ലേ? കാരണം അവിടെ വെച്ച് വന്ദേമാതരത്തെ ഡിസ്റെസ്പെക്ട് ചെയ്താൽ എന്താ പ്രശ്നമെന്നറിയാമോ? മെമ്പർഷിപ്പ് പോകും, പാർലമെന്റ് അംഗത്തും പോകും. പാർലമെന്റ് അംഗത്തും പോകും. ഓ, അങ്ങനെയുണ്ടല്ലേ? പിന്നെ അതുകൊണ്ട് അവിടെ നിൽക്കും. 2-3 വർഷം ശിക്ഷിക്കപ്പെടുന്ന ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാർലമെന്റ് അംഗത്വം ഉണ്ടായില്ല. അപ്പോൾ പാർലമെന്റ് അംഗത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇവരെല്ലാവരും അവിടെ വന്ദേമാതരം ചെല്ലുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം വന്ദേമാതരം മോശമാണ് എന്ന് പറയുന്നത് രണ്ടാം തരമാണ്. അല്ല, ഇപ്പോൾ ഇനി അടുത്തൊരു പ്രശ്നം എനിക്കിത് ഉള്ളത്, ഇപ്പോൾ കേരളത്തിൽ നിയമസഭ കൂടുമ്പോൾ വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ വരികൾ, ആദ്യത്തെ സ്റ്റാൻസ മാത്രമേ ആലപിക്കൂ എന്ന് മുരളീധരൻ മുതൽ സകലരും പറയുന്നുണ്ട്. നടക്കുമോ? അത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ മുരളീധരൻ മന്ത്രി ആയതിനു ശേഷം
ഒരുപാട് വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പോകുന്നുണ്ട്. ഉം. ആദ്യം പറഞ്ഞ വിഡ്ഢിത്തം എന്താണെന്നറിയാമോ? ഉം. താൻ മന്ത്രിയാകുമ്പോൾ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇനി പ്രസക്തമല്ല എന്ന്. ഒന്നാലോചിച്ചു. ഇത് ഒരുമാതിരപ്പെട്ടവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി. ഒരുമാതിരപ്പെട്ടവർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വ്യവസ്ഥയില്ലാത്തവനാണ്, എനിക്ക് നിലപാടില്ലാത്തവനാണ്, ഞാൻ ഓരോ സന്ദർഭത്തിൽ ഓരോ നിലപാട് പറയും, എനിക്ക് ലാഭകരമായ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് മുരളി പറഞ്ഞതിനെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതില്ല. പക്ഷെ ഇപ്പം ഈ 2 ദിവസത്തിനകം ഒരു വലിയ സാങ്കേതിക പ്രശ്നം വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയാണ്. ഓഗസ്റ്റ് 15 വരുന്നു. ദേശീയഗാനം ആലപിക്കുന്നതിന് മുമ്പ് ജനഗണമനയ്ക്ക് മുമ്പ് വന്ദേമാതരം വേണം എന്നാണ് വ്യവസ്ഥ. അത് കേരളത്തിൽ പാലിക്കപ്പെടുമോ? പിന്നെ പാലിക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ആ പാലിക്കപ്പെടാതിരിക്കാൻ ഉത്തരവ് ഇത് ഈ ഓഗസ്റ്റ് 15 പരിപാടി സംഘടിപ്പിക്കുന്ന ആരാന്നറിയാമോ? മുഖ്യമന്ത്രിയല്ല, മന്ത്രിമാരുമല്ല, ജില്ലാ കളക്ടർമാരാണ്. ആ ജില്ലാ കളക്ടറുടെ പണി പോകും. കേരളമാണ്. കേരളമല്ല, ജില്ലാ കളക്ടർ IAS കാരനാണ്. മനസ്സിലായില്ലേ? പക്ഷെ അവർ ആദ്യത്തെ സ്റ്റാൻസ് മാത്രമേ ചൊല്ലുന്നുള്ളൂ. ഇപ്പം എല്ലാം പറ്റില്ല. ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നിയമം അനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ആ നിയമത്തിൽ മുഴുവൻ സ്റ്റാൻസയും ചൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നിയമ അമെൻമെന്റ് നടത്തണം. അത് പാർലമെന്റിനെ പറ്റുള്ളൂ. പാർലമെന്റിനെ പറ്റുള്ളൂ. അല്ല, അപ്പം അങ്ങനെ വരുവാണെങ്കിൽ 15-ാം തീയതി കേരളത്തിലെ 14 കളക്ടർമാരുടെ പണി പോകും. അത് ഇവര് വന്ദേ മാതരത്തെ അനാദരിച്ചു കഴിഞ്ഞാൽ ഈ 14 കളക്ടർമാരുടെയും ജോലി പോകും. മന്ത്രിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് നിയന്ത്രിക്കുന്നത് മന്ത്രിയല്ല, കളക്ടറാണ്. മന്ത്രിക്ക് എന്താ കുഴപ്പം ഇതിനകത്ത്? മന്ത്രിയെ അവര് ക്ഷണിക്കാണ്. എന്തിന്? ഫ്ലാഗ് ഉയർത്തി സല്യൂട്ട് ചെയ്യാൻ. അത് ഓർഗനൈസ് ചെയ്യുന്ന മറ്റുള്ളവരല്ല, അവരല്ലേ പ്രോഗ്രാം നിശ്ചയിക്കുന്നത്. ജില്ലാ ഭരണകൂടമാണ്. ജില്ലാ ഭരണകൂടമാണ്. ജില്ലാ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ല, അത് ഇത് മറ്റേ രാഷ്ട്രീയമല്ല, അതാ പറഞ്ഞ എക്സിക്യൂട്ടീവാണ്. ആ എക്സിക്യൂട്ടീവാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തേ പറ്റൂ. പിന്നെ അവിടെ വന്ദേമാതരം പാടുന്നത് ഇവരല്ല, അത് മൈക്കിൽ മറ്റുള്ളവരല്ലേ പാടുന്നത്. അതെ, ഇവരവിടെ കേട്ടിരിക്കല്ലേ. പിന്നെ കേരളത്തിനാണെങ്കിൽ ഒരു മഹാഭാഗ്യമുണ്ട് സുനിലെ. എന്താണെന്നറിയാമോ? വന്ദേ ഭാരത് തീവണ്ടിയും വന്ദേ മാതരവും തിരിച്ചറിയാൻ പാടില്ല വിദ്യാഭ്യാസ വകുപ്പ് പലർക്കും മാറിപ്പോവും. അല്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം വിളിച്ചു കൂട്ടി പറയുന്നു വന്ദേ ഭാരത് എന്താ പറയുന്നത്? അല്ല, വന്ദേ ഭാരത്. അപ്പൊ സെക്രട്ടറി അവിടെ നിന്ന് വന്ദേ മാതരം, വന്ദേ ഭാരത്, വന്ദേ ഭാരത്. കാരണം മന്ത്രി ഇതിനു മുമ്പ് ഈ വന്ദേ മാതരം എന്നൊരു സാധനം കേട്ടിട്ടില്ല. മന്ത്രി മറ്റേ മലപ്പുറത്ത് നിന്നാണല്ലോ. മലപ്പുറത്ത് നിന്ന് ഇതൊക്കെ ട്രിവാൻഡ്രത്തിന് പോകാൻ വേണ്ടി വന്ദേ ഭാരതിലാണ് പോകുന്നത്. വന്ദേ ഭാരതിലെ പുള്ളി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ധാരണ ഈ വന്ദേ ഭാരതും വന്ദേ മാതരവും ഒന്നാണ് എന്നാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, എൻ്റെ മാതൃഭൂമി മഹത്താണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവരെ പ്രകോപിപ്പിക്കുന്നത്? കാരണം അവരുടെ മാതൃഭൂമി ഇതല്ല. അതാണ് പ്രശ്നം. അതവർ പറയട്ടെ. അവരുദ്ദേശിക്കുന്ന മാതൃഭൂമി പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. മുസ്ലിം ലീഗിനൊരു കാര്യമുണ്ട്. മറ്റേ എന്താണ്, കാട്ടുകോഴിക്ക് എന്ത് ശങ്കരാന്തിയും ബാബും എന്ന് ചോദിക്കാറില്ലേ? ആ രീതിയിലാണ് മുസ്ലിം ലീഗിന് എന്ത് ദേശീയത? ഇന്ത്യയുടെ ദേശീയമായ ഏതെങ്കിലും ഒരു സമരത്തിൽ മുസ്ലിം ലീഗ് എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മുസ്ലിം ലീഗുകാർക്ക് അവർ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഗോവിന്ദൻ ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞും ഗോവിന്ദം ഭജ എന്ന് മൂഢമതകളുടെ ഞാനതിൽ കാര്യമാക്കുന്നില്ല. അത് മാറില്ല, ചൊട്ടയിലെ ശീലമല്ല. ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഓഗസ്റ്റ് 15 കേരളം എന്ത് നിലപാടെടുക്കും അറിയാം. അത് കാത്തിരിക്കണം. ഓക്കെ. കേരളത്തിൽ ഇനിയിപ്പോൾ കേരളം കേരളമായതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻസ് 14 ജില്ലാ കളക്ടർമാരുടെ പണി പോകും എന്നുള്ള കാര്യം ഉറപ്പിച്ചോളൂ. ഉറപ്പാണല്ലോ? അത് ഉറപ്പാണ്. നോക്കാം.